ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിബി വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാനൊരു ഫംഗ്ഷന് വേണ്ടി പോവുകയാണ്. അപ്പം ഫംഗ്ഷന് പോകുന്നതിന് മുന്നായിട്ട് ഒരു ചെറിയൊരു മേക്കപ്പ്, അപ്പോൾ ആ ഒരു മേക്കപ്പ് വീഡിയോയും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഫങ്ഷനൊന്നും അല്ല, മീൻസ് ഒരു കല്യാണമോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും അല്ല. എന്നാലും ഒരു എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഏറ്റവും വലിയൊരു ബെസ്റ്റിയാണെന്ന് പറയാം. അപ്പോൾ അനുവിൻ്റെ പപ്പ മരിച്ചിട്ട് 1 വർഷം തികയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പത്തനംതിട്ടയിലാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് പോകുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവർ മേക്കപ്പ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് നമുക്കൊരു മുഖം അയ്യേ എന്നാരും പറയാതിരിക്കാവുന്ന ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ജസ്റ്റ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെയാണ്. ആദ്യം ടോണർ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഫേസിൽ ഞാൻ വൈറ്റമിൻ സി സ്പ്രേ ആണ് കേട്ടോ, അതാണ് സിറം. അപ്പോൾ അത് സ്പ്രേ ആയിട്ടായിരുന്നു, അതൊന്ന് അപ്ലൈ ചെയ്തു. അതിനുശേഷം എന്താ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഒരു ഇങ്ങനെയുള്ള ഫങ്ഷനൊക്കെ മേക്കപ്പ് ചെയ്ത് പോകുന്നതാണോന്ന്. അങ്ങനെ അത് മരണമല്ല, മരിച്ച് ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ പോകുന്നതാണ്, ഇത്രയും ആൾക്കാരുടെ ഇടയിലോട്ട് പോകുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കാണുമ്പോഴത്തേൽ അയ്യേ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമില്ല. ഞാൻ പിന്നെ പൊതുവേ എന്താ പറയുന്നത്, എവിടെ പോയിരുന്നാലും ഇത്തിരി വൃത്തിയിലും മെനയിലും ഒക്കെ പോകുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം സൺസ്ക്രീനും കൂടെ ഇടുവാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ട സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ മേക്കപ്പ് നമ്മൾ കൊടുക്കുന്നത് റിവേഴ്സ് എഫക്റ്റ് ആയി പോവും. അപ്പോൾ നമ്മൾ എപ്പോഴും മേക്കപ്പ് എന്ത് ചെയ്തിരുന്നാലും, അത് ചെറുതായിട്ട് ചെയ്തിരുന്നിരുന്നാലും ശരി, ഒരുപാട് ചെയ്തിരുന്നിരുന്നാലും ശരി, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്കിൻ കെയർ നമ്മൾ ഫസ്റ്റ് ഫേസിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം മാത്രമാണ് മേക്കപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെ പോകുമ്പോഴും ഷിബി ഇതുപോലെ ആയിരിക്കുന്നു. ഒരിക്കലും അല്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴത്തേലും നമ്മൾ തീരെ ഒരു ഇതില്ലാതെ പോകുന്നത് ശരിയല്ല. ഞാനങ്ങനെ പോകാറുമില്ല. പിന്നെ അപ്പോൾ വിചാരിക്കും പിന്നെ ഇവിടെ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരുങ്ങാതെയൊക്കെ പോകുന്നതെന്ന്. അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞോട്ടെ, ഞാനതൊരു ചെറിയൊരു എന്താ പറയുന്ന, അത് ഫൗണ്ടേഷനൊന്നും അല്ല കേട്ടോ. അല്ലാതെ ഒരു നമ്മൾ ഈ 9 to 5 ഒക്കെ ഇടുന്നത് പോലത്തെ ഒരു ചെറിയ ഫൗണ്ടേഷൻ അല്ല, അതൊരു ക്രീമാണ്. ആ ക്രീമാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. ആ ക്രീമിൻ്റെ കൂടെ ഞാനൊരു അല്പം ഒരു ഗ്ലോ ക്രീമും കൂടെ ചേർത്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഫേസിൽ ഒരു ചെറിയൊരു ഗ്ലോ ഫീലിംഗ് വരും. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഫൗണ്ടേഷനോ എന്താ പറയുന്നത് ഹൈലൈറ്ററോ വേറെ എന്താ ഈ ഐ ഷാഡോസോ പിന്നെ ബ്ലഷോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഫേസിൽ നമ്മുടെ ഫേസൊക്കെ നമ്മൾ ഇത്രയും യാത്ര ചെയ്തൊക്കെ അവിടം വരെ എത്തുമ്പോൾ, ഇവിടുന്ന് ട്രിവാൻഡ്രത്തുനിന്ന് പത്തനംതിട്ടയൊക്കെ എത്തുക, അപ്പോഴേക്കും നമ്മൾ ആകെ ടയേർഡായി പോവും. അപ്പോൾ ആ ഒരു ടയേർഡ്നെസ് നമ്മുടെ ഫേസിൽ തോന്നരുത്, അത്രയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്രീമിൻ്റെ കളർ ഇതാണ്, അതുകൊണ്ട് ഇത് ഫൗണ്ടേഷൻ ആണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴാണ്, കല്യാണം അല്ലെങ്കിൽ വല്ല ബാപ്റ്റിസം ഫങ്ഷൻ, വല്ല പാല് കാച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോഴാണ് ഞാൻ ഇതുപോലെയൊക്കെ മേക്കപ്പ് ചെയ്ത് പോകുന്നത്. അല്ലാതെ ഞാൻ ഇപ്പോൾ എൻ്റെ വേഷം കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റതള്ള സഹിക്കത്തില്ല, അമ്മാതിരി നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് വളരെ അടുത്താണ് കേട്ടോ. ഒരു 3 കിലോമീറ്ററോ 4 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ ലുലുവിലൊക്കെ പോകുന്നത്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ലുലുവും പോത്തീസുമാണ്. അത് രണ്ടും അടുത്തടുത്ത് തന്നെ. മീൻസ് ലുലു വേറൊരു വഴിക്ക്, പോത്തീസ് വേറെ ഒരു സൈഡിലോട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഇവിടുന്ന് 2 സ്ഥലത്തിലോട്ടും പോകാനായിട്ട്. അപ്പം എൻ്റെ മെയിനായിട്ടുള്ള പോക്ക് ഇവിടെയൊക്കെയാണ്.
അവിടെയൊക്കെ പോകുമ്പോഴുള്ള എൻ്റെ വേഷം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, സത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെറ്റതള്ള സഹിക്കത്തില്ല. എൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് മാത്രം എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. വേറെ ഒരു പുരുഷന്മാരാണെങ്കിലും എന്നെ അങ്ങനെ കൊണ്ടുപോകത്തില്ല. കാരണം വീട്ടിൽ നിന്ന വേഷത്തിലാണ് ഞാൻ പോകുന്നത്. മുഖത്ത് ഒരു പൗഡർ വേണേ, ഒരു ബേബി പൗഡർ ഞാൻ എപ്പോഴും കൂടുതലും യൂസ് ചെയ്യുന്നത്, ഈ മേക്കപ്പ് ഒന്നും ഇല്ലാത്തപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മുഴുവൻ ബേബി പൗഡറാണ് കേട്ടോ. ഹിമാലയയുടെ ബേബി പൗഡർ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ബേബി പൗഡർ ഇട്ടിട്ട് വീട്ടിൽ നിൽക്കുന്ന വേഷം ഒരുവിധം അത്രയും മോശമല്ലാത്ത ഒരു ഡ്രസ്സായിരിക്കും. എന്നിരുന്നാലും അത് ഇട്ടുകൊണ്ട് പുറത്തു പോകാനായിട്ട് വേറെ ആണുങ്ങളാണെങ്കിൽ സമ്മതിക്കത്തില്ല. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയും, സാഞ്ചേട്ടാ എനിക്കിനി ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ വയ്യ, ഞാൻ ഇതിട്ടിട്ട് വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും, താൻ വാടോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോകുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷെ അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോഴുണ്ടല്ലോ, ഓരോ ആൾക്കാർ വന്ന് നിൽക്കുന്നത് കാണുമ്പം ശരിക്കും അപ്പോഴാണ് ഞാൻ നാണം കെട്ടു പോകുന്നത്. കാരണം അവിടെ വരുന്നതിൽ ഏറ്റവും കോലത്തിൽ ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ അത് ഞാനായിരിക്കും. ഒരു മേക്കപ്പും ഇല്ല, ഒന്നുമില്ല. ചിലപ്പോൾ തല പോലും രാവിലെ ചീകി വെച്ചത് അങ്ങനെ തന്നെ വെച്ചിട്ടായിരിക്കും ഞാൻ പോകുന്നത്. അപ്പം അവിടെയൊക്കെ ഇങ്ങനെ വന്നിട്ട് ആൾക്കാർ ഇത്രയും ഭയങ്കര ഇതായിട്ട് നിൽക്കുമ്പോഴത്തേലായിരിക്കും ഞാൻ അയ്യോ കുറച്ചും കൂടെ ഒരു ഡ്രസ്സെങ്കിലും ഒന്ന് മാറ്റിയിട്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നാം. അപ്പം അങ്ങനെയും നടക്കുന്ന എന്നെയും കാണാം കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും പോത്തീസിലോ ലുലുവിലോ ഒക്കെ വെച്ചിട്ട് അഥവാ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂറ വേഷത്തിൽ നിൽക്കുന്ന ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഞാൻ തന്നെയായിരിക്കും. അപ്പം അങ്ങനെയുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കുറച്ച് വൃത്തിയിലും മെനയിലും പോവേണ്ട സാഹചര്യങ്ങളിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ പോകുന്നത് കൊണ്ട് ഞാൻ കുറച്ച് വെച്ചാൽ ഇപ്പം എനിക്ക് ഈ ഉറക്കം ഭയങ്കര കുറവാണേ. തീരെ രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നില്ല. പകലായിരുന്നിരുന്നാലും അധികം ഉറക്കം കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഇൻസോംനിയ എന്നൊരു കണ്ടീഷനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാത്തത്. അപ്പോൾ കണ്ണിന് ചുറ്റും നല്ല ഡാർക്ക് സർക്കിൾസും പിന്നെ ഐ ബാഗ്സ് ഉണ്ടോ, കണ്ണിന് താഴെയായിട്ട് ഇങ്ങനെ ആ ഒരു ഐ ബാഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കൺസീലർ അപ്ലൈ ചെയ്തു. കൺസീലർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാനൊരു ഇത് കറക്ടറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അപ്പോൾ അത് കളർ കറക്ടർ ഇട്ടിട്ട് നമ്മൾ കൺസീലർ ഇടുമ്പോഴത്തേൽ ഈവനായിട്ട് വരും. നമ്മുടെ ഫേസിൻ്റെ അതേ ഒരു കളറിലായിട്ട് ഡാർക്ക് സർക്കിൾസ് ഇങ്ങനെ ഗ്രേയിഷ് ആയിട്ടോ ഇതായിട്ടോ പുറത്തോട്ട് കാണില്ല. അപ്പം അങ്ങനെ അതും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാൻസ്ലൂസൻ പൗഡറാണ് കേട്ടോ ഇത് മുഖത്തിടുന്നത്. അപ്പോൾ മറ്റേ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ട്രാൻസ്ലൂസൻ പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നമുക്ക് ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മുടെ മേക്കപ്പിൽ മാറ്റങ്ങൾ വരുത്താം. ഇതൊരു സിമ്പിൾ മേക്കപ്പാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇങ്ങനെ എൻ്റെ ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആണ്. എപ്പോഴും എനിക്ക് ലിപ് ബാം പുരട്ടേണ്ടി വരും കേട്ടോ. അപ്പോൾ ലിപ് ബാമും കൂടെ പുരട്ടി, അപ്പോൾ ഫേസിൽ കുറച്ച് ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ലിപ്സ് നല്ല ഡ്രൈ ആയി. അപ്പോൾ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ഞാനിത് കണ്ണിൻ്റെ അകത്ത് മാത്രം, കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ലതായിട്ട് ഒരു ഇതായിട്ട് കണ്ണൊക്കെ അങ്ങനെ ഒരു ഉറക്കമില്ലാത്ത അന്ന് രാത്രി ഞങ്ങൾ വെളുപ്പിനെ 7 മണിക്കാണ് പോയത്. പക്ഷെ ഞാൻ 1 മണിക്കേ എഴുന്നേറ്റു. 11:30 12 മണിക്ക് കിടന്നിട്ട് 1:30 ഞാൻ എഴുന്നേറ്റു. കാരണം അത് എന്നെ ആരും വിളിച്ചെഴുന്നേൽപ്പിക്കുന്നൊന്നുമല്ല, ഞാൻ തന്നെ അങ്ങ് എഴുന്നേക്കുന്ന. അപ്പോൾ കണ്ണൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ കണ്ണിൽ നന്നായിട്ട് കാണാം. അപ്പം അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ അകത്ത് മാത്രം ഞാൻ ഐ പെൻസിൽ വെച്ചിട്ട് കണ്ണൊന്ന് എഴുതി. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ഐബ്രോസ്, നമ്മുടെ ഫേസിൽ ഏറ്റവും നമ്മളിപ്പോൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും മേക്കപ്പായിട്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഐബ്രോസ് എന്ന് വെച്ചാൽ നല്ലതായിട്ട് തിക്ക് ഐബ്രോസ് ഉള്ളവർ ഐബ്രോസിലൊന്നും ചെയ്യേണ്ട, അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയാണ് നമ്മുടെ ഫേസിൽ ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ. ഐസ്, ഐബ്രോസ്, പിന്നെ ലിപ്സ്.
ഇത് മൂന്നും നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ പിന്നെ അധികം മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു ഫ്രഷ് ലുക്ക് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഐബ്രോസ് വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഐബ്രോസ് ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ചെയ്തത് കണ്ടല്ലോ, ഐലൈനർ ഒന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, ഐ ഷാഡോ അങ്ങനത്തെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷേ നല്ല ഒരു ഡ്രൂപ്പിംഗ് ഐസ് ആയതുകൊണ്ട് ഞാൻ ഇത് കണ്ണിൻ്റെ അകത്ത് ഇത് ഐ പെൻസിൽ വരച്ചു കൊടുത്തതിന് ശേഷവും ഐസ് ഒന്ന് കുറച്ച് എന്താ പറയുന്നത് ഫ്രഷായിട്ടും കുറച്ച് ഇതായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസ്കാരയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ ആ ഒരു എന്താ പറയുന്നത് കണ്ണാകെ ഒരു അവശത തോന്നുന്ന ആ ഒരു ലുക്ക് അങ്ങ് മാറും. അപ്പോൾ കണ്ണ് നല്ല ഫ്രഷ് ആവും, നല്ല ഓപ്പണായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം മറ്റുള്ളവരുടെ മുമ്പേ നമുക്ക് നമ്മുടെ വയ്യായികൾ പെട്ടെന്ന് അറിയുന്നത് നമ്മുടെ ഫേസിലാണ്. അപ്പം ഇങ്ങനെ ചെറിയതായിട്ടൊക്കെ ഒരു മേക്കപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ വയ്യായിക മറ്റുള്ളവരറിയത്തില്ല. ഇല്ലെങ്കിൽ എല്ലാവരും കാണുന്നവർ എന്തോ പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പം അതും ഒരു വിഷമമാണ്. അപ്പം അതിനെയും കൂടെ മറച്ചു പിടിക്കാനും ഈ മേക്കപ്പ് സഹായിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനൊരു പൊട്ട് വെച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, പൊട്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരു പൊട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതാ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇല്ലാതെ പിന്നെ ഇപ്പോൾ ഒരു ജീവിതമില്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഒരു മസ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് മാത്രമല്ല, ഇപ്പോൾ എല്ലാവർക്കും ലിപ്സ്റ്റിക്ക് ഒരു മസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഒന്നും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, ലിപ്സ്റ്റിക്കൊക്കെ ആളുകളൊക്കെ മാറി ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. കോസ്മെറ്റിക്സൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ ബ്യൂട്ടിയെക്കുറിച്ച് എല്ലാവർക്കും ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും അവർ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനൊരു സ്പ്രേ അടിച്ചല്ലോ, അത് സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പം നമ്മുടെ മേക്കപ്പ് സെറ്റ് ആയിട്ടിരിക്കും, ഫേസിൽ നിന്ന് പോവില്ല. അത് കഴിഞ്ഞ് ഞാൻ ആ സാരിയാണ് കേട്ടോ, ഈ സാരിയാണ് ഉടുത്തത്. അപ്പോൾ സാരിയൊക്കെ ഉടുത്തിട്ട് ഞാൻ റെഡി ആയിട്ട് വന്ന ആ ഒരു ലുക്കാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീഡിയോ എടുത്ത് തരാനോ ഫോട്ടോ എടുത്ത് തരാനോ ആരുമില്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെൽഫായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ സാരി ഉടുത്തതിൻ്റെ ആ ഒരു ഇതൊക്കെ ഞാൻ സെൽഫായിട്ട് തന്നെ സെൽഫി വഴി ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ വഴി കാണിക്കുന്നതാണ് കേട്ടോ. കാരണം ഇപ്പം സാഞ്ചേട്ടനോട് പറഞ്ഞാൽ സാഞ്ചേട്ടൻ ചെയ്യും, പക്ഷെ പുള്ളിക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ല. സാഞ്ചേട്ടന് ഇങ്ങനെ ഈ വീഡിയോ പിടിക്കാൻ പറയുക, ഫോട്ടോ എടുക്കാൻ പറയുക, അത് പുള്ളിക്ക് നല്ല മൂടാണെങ്കിൽ പുള്ളി ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ പറയും എടോ താൻ തന്നെ അങ്ങ് ചെയ്യടോ എന്ന് പറയും, അങ്ങനെ പറയും. അപ്പം ഞങ്ങളിപ്പം എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, പത്തനംതിട്ടയിലോട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യാതിരുന്ന ദിവസമാണെന്ന്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഉറക്കം 2-3 ദിവസമായിട്ട് ഉറക്കമില്ല. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചു. ആര്യാസിൽ കയറിയിട്ട് ഒരു പ്ലെയിൻ ദോശ കഴിച്ചു. അതിൻ്റെ അകത്തു നിന്നുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്ര വയ്യായിരുന്നു. ഇപ്പം ഈ 2-3 ദിവസത്തെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഈ കൈക്ക്, എനിക്ക് വലത് കൈ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. വലത് കൈ ഭയങ്കര വേദന, ഉറക്കത്തിൽ തന്നെ ഞാൻ പലപ്പോഴും വേദന കൊണ്ടാണ് എഴുന്നേക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും ദൂരം പോകണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഏറ്റവും വളരെ വേണ്ടപ്പെട്ടവരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. അവരെൻ്റെ ചേട്ടനും ചേച്ചിയാണ്. അപ്പോൾ അത്രയും എനിക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ട് അവരുടെ ഒരു കാര്യത്തിന് എനിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം അവർ തന്നെ എന്നോട് പറയും ഷിബിക്ക് വയ്യെങ്കിൽ വേണ്ടാന്ന് പറയും. എന്നാലും ഞാൻ എത്ര വയ്യെങ്കിലും ഞാൻ അവരുടെ കാര്യങ്ങളൊന്നും മാറ്റി വയ്ക്കാറില്ല. കാരണം അവരെനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഞങ്ങൾ പത്തനംതിട്ട എത്തി. ഇതാണ് കേട്ടോ പള്ളി. ആ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ പള്ളിക്കകത്തുള്ള അതിൻ്റെ ഇതൊന്നും ഞാൻ എടുത്തിട്ടും ഇതൊന്നുമില്ല. കുറച്ചാളുകൾ അതിൻ്റെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എനിക്ക് അത് അത്ര ഒരു ശരിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ്
ഞാൻ അതൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.